വെൽക്കം ടു ആൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിലബസിൽ ടൈപ്സ് എന്ന് ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ചില ക്വസ്റ്റ്യനിലൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ നിൽക്കും, വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ്. അപ്പോൾ സ്ലീപ്പേഴ്സിനെ രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം, മെറ്റീരിയൽ യൂസ് ചെയ്തും അതിൻ്റെ ലൊക്കേഷൻസ് യൂസ് ചെയ്തിട്ടും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, ടിമ്പർ സ്ലീപ്പേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റീൽ സ്ലീപ്പേഴ്സ് ഉണ്ടാകും, കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് ഉണ്ട്, RCC സ്ലീപ്പേഴ്സ് and pre-stressed concrete sleepers. Then sleepers depending upon the location അനുസരിച്ച് എന്ത് ചെയ്യാം, സ്ലീപ്പറിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലീപ്പേഴ്സും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് സ്ലീപ്പേഴ്സും. ഇനി ടിമ്പർ സ്ലീപ്പേഴ്സ് ഓർ വുഡൻ സ്ലീപ്പേഴ്സ്. Ideal type and universally used, they are of two categories, hardwood and സോഫ്റ്റ് വുഡ്. അതായത് ഐഡിയൽ സ്ലീപ്പേഴ്സ് എന്നാണ് ടിമ്പർ സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ വുഡൻ സ്ലീപ്പേഴ്സിന് പറയുന്നത്. ഇത് കോമൺലി ടു ടൈപ്പ് സ്ലീപ്പേഴ്സ് ആണ് വുഡൻ സ്ലീപ്പേഴ്സിലുള്ളത്. ഹാർഡ് വുഡ് സ്ലീപ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് വുഡ് സ്ലീപ്പേഴ്സും ഉണ്ട്. ഹാർഡ് വുഡ് സ്ലീപ്പേഴ്സ് ആകുമ്പോൾ ഹാർഡ് വുഡ് കൊണ്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്നാൽ സോഫ്റ്റ് വുഡ് ആകുമ്പോൾ സോഫ്റ്റ് വുഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഹാർഡ് വുഡ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സജസ്റ്റ് സാൽ, തേക്ക്, കോങ് എക്സെട്ര. ആൻഡ് സോഫ്റ്റ് വുഡ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിയോഡാർ, ചിർ, അതുപോലെ തന്നെ ട്രീറ്റഡ് ടിമ്പേഴ്സ് ഒക്കെയാണ് കോമൺലി നമ്മൾ സോഫ്റ്റ് വുഡ് സ്ലീപ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഹാർഡ് വുഡൻ സ്ലീപ്പേഴ്സ് ഓർ ടിമ്പർ സ്ലീപ്പേഴ്സ്. ഇനി ഈ വുഡൻ സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ ടിമ്പർ സ്ലീപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. They have proved very useful for heavy loads and high speed train. അത് കോമൺലി ഹെവി ലോഡ്സിനും ഹൈ സ്പീഡ് ട്രെയിൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ചീപ്പ് ആൻഡ് ഈസി ടു മാനുഫാക്ചർ. അത് വളരെ ചീപ്പാണ്, മാനുഫാക്ചർ ചെയ്യാനും വളരെ എളുപ്പമാണ്. RCC അല്ലെങ്കിൽ കോൺക്രീറ്റിനെക്കാളും വളരെ എളുപ്പമാണ്. ഹെവി ലോഡ്സ് വരുമ്പോൾ അത്രയും അധികം ഹെവി ലോഡ്സ് ഒന്നും ക്യാരി ചെയ്യാനും വുഡിന് സാധിക്കില്ല. ഒരു മീഡിയം റേഞ്ചിലുള്ള ലോഡ്സും ഹൈ സ്പീഡ്സ് ട്രെയിൻസിനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി വുഡൻ സ്ലീപ്പറിന് പറ്റും. ദെൻ ദേ ക്യാൻ ബി ഹാൻഡിൽഡ് ഈസിലി വിതൗട്ട് എനി ഡാമേജ്. ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദേ മെയിൻറ്റെയിൻ ദ കറക്റ്റ് അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദേ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാക്ക് സർക്യൂട്ടിങ്. അതുപോലെ തന്നെ ട്രാക്ക് സർക്യൂട്ടിങ്ങിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ്. ദേ ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓർ വിതൗട്ട് ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റോടെയോ അല്ലെങ്കിൽ വിതൗട്ട് ബല്ലാസ്റ്റോ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗൺലെറ്റ് ട്രാക്ക്. ഗൺലെറ്റ് ട്രാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെയിൽവേ ട്രാക്കിൽ എന്തായിരിക്കും, ഒരുപാട് പാരലൽ ആയിട്ടുള്ള ട്രാക്സ് ഉണ്ടാവും. അതിൽ അറ്റ് എ ടൈം ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ അലൈ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതാണ് ഗൺലെറ്റ് ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡൻ സ്ലീപ്പേഴ്സ് ആണ്. ദെൻ ദേ ആർ സ്യൂട്ടബിൾ ഇൻ ദ ഏരിയാസ് ഹാവിങ് yielding ഫോർമേഷൻ. അതുപോലെ തന്നെ ഹീൽഡിങ് ഫോർമേഷനൊക്കെ ഉള്ള ഏരിയാസിലാണെങ്കിൽ വുഡൻ സ്ലീപ്പേഴ്സ് വളരെ സ്യൂട്ടബിൾ ആണ്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ചില ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ദേ ഡു നോട്ട് മെയിൻറ്റെയിൻ ദ ഗേജ് ആക്യുറേറ്റ്ലി. ഇപ്പോൾ കേർവ്സിലും ഷാർപ്പ് കേർവ്സിലൊക്കെയാണെങ്കിൽ അത് കറക്റ്റ് ഗേജ് ആക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ദേ ഈസിലി ഡെവലപ്പ് ക്രാക്സ് വിത്ത് ബീറ്റർ പാക്കിംഗ്. അത് പെട്ടെന്ന് തന്നെ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദേ റിക്വയർ ദ ഹയസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ദ അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണുള്ളത്. ദേ ഗെറ്റ് ഈസിലി ഡിസ്റ്റർബ് ഫ്രം ദ പൊസിഷൻ അണ്ടർ ഹെവി ലോഡ്സ് വരുമ്പോൾ പൊസിഷന് ഈസിലി ഡിസ്റ്റർബ്ഡ് ആയി പോകാനുള്ള, പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദേ നീഡ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്
ഫയർ പ്രൊട്ടക്ഷൻ ഒക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് വേണം, കാരണം ഇതെന്താണ്, വുഡാണ്. ദ സ്ക്രാപ്പ് വാല്യൂ ഈസ് വെരി ലോ. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് വെരി ലോ ആണ്. അതുപോലെ തന്നെ വാട്ടർ ഒരുപാട് അബ്സോർബ് ചെയ്താൽ സ്വെല്ലിങ്ങിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ഷനും സ്വെല്ലിങ്ങിനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്, കാരണം വുഡ് ആയതുകൊണ്ട്. ഇനി നമുക്ക് സ്റ്റീൽ സ്ലീപ്പേഴ്സ് നോക്കാം. ദേ ആർ ഇൻ ദ ഫോം ഓഫ് സ്റ്റീൽ ത്രൂ ഓൺ വിച്ച് റെയിൽ ആർ ഫിക്സ്ഡ് ഓൺ കീസ് ഓർ റഡ്സ് ഓർ ബോൾട്ട്. അത് സ്റ്റീൽ സ്ലീപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റീൽ കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തത്. പിന്നെ അത് കീസും നട്ടും ബോൾട്ടൊക്കെ വെച്ചായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റീൽ സ്ലീപ്പേഴ്സ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റീൽ സ്ലീപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്റ്റീൽ സ്ലീപ്പേഴ്സ് പൊസസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ദേ ആർ മാനുഫാക്ചർഡ് ബൈ എ സിമ്പിൾ ഓപ്പറേഷൻ. വളരെ സിമ്പിൾ ഓപ്പറേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റീൽ സ്ലീപ്പർ മാനുഫാക്ചർ ചെയ്യുന്നത്. They can be easily handled as they are light in weight as compared to the other type of sleepers. അത് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ വരും. ഇപ്പോൾ RCC കോൺക്രീറ്റ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. ദെൻ ലെസ് നമ്പർ ഓഫ് ഫാസ്റ്റനിങ്സ് ആർ റിക്വയർഡ് ആൻഡ് ദാറ്റ് ടു സിമ്പിൾ ഇൻ നേച്ചർ. അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് നമ്പർ ഓഫ് ഫാസ്റ്റനിങ്സ് മതി. അതെന്ന് വെച്ചാൽ വളരെ കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും കാണുമ്പോൾ ഒക്കെ ഉണ്ടാവുക, സിമ്പിൾ ആയിട്ടുള്ള ഫാസ്റ്റനിങ് മതി ഇത് ഫിക്സ് ചെയ്യാൻ. ദ മെയിൻ്റനൻസ് ആൻഡ് അഡ്ജസ്റ്റൻസ് ഓഫ് ഗേജ് ആർ ഈസി ആസ് കമ്പയർ ടു ദ അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ്. മെയിൻ്റനൻസും ഗേജിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ദി സ്ലീപ്പേഴ്സ് ആർ റോൾഡ് സെക്ഷൻസ് ഇൻ വൺ പീസ്. ഈ സ്ലീപ്പർ എന്ന് പറയുന്നത് റോൾഡ് സെക്ഷൻസ് ആയിരിക്കും, ഒരു പീസ് ആയിരിക്കും ഫുള്ളി ഉണ്ടാവുക. നമ്മളിവിടെ സ്റ്റീൽ സ്ലീപ്പേഴ്സ് എന്ന് വെച്ചാൽ ഞാനിവിടെ ഫിഗർ കാണിച്ചത് നിങ്ങൾക്ക് എന്താണ്, റെയിലിൻ്റെ ഫിഗറാണ് കാണിച്ചത്, സോറി കേട്ടോ. സ്ലീപ്പർ എന്ന് പറയുന്നത് റെയിലിൻ്റെ അടിയിൽ കണ്ടുവരുന്ന ഇതാണ്. ദെൻ their life is longer than that of other type of sleeper. അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സ്പാൻ വളരെ കൂടുതലായിരിക്കും. ദേ പ്രൊവൈഡ് ബെറ്റർ ലാറ്ററൽ റിജിഡിറ്റി ടു ദ ട്രാക്ക്. ട്രാക്കിന് വളരെ അധികം ലാറ്ററൽ റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് അറ്റാക്ഡ് ബൈ വേർമിൻസ്. വേർമിൻസ് ഒന്നും അറ്റാക്ട് ചെയ്യില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വുഡ് ആണെങ്കിൽ വേർമിൻസ് അറ്റാക്സ് ഒക്കെ അവിടെ ഉണ്ടാവും, അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെന്താണ്, ലൈഫ് സ്പാൻ കൂടുതലാണ്, ഒരു തരത്തിലുള്ള വേർമിൻസ് അറ്റാക്സ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ദേ ആർ നോട്ട് സസെപ്റ്റബിൾ ടു ഫയർ ഹസാർഡ്സ്. ഫയർ ഹസാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റീലിന് എന്ത് സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല, നാശമൊന്നും ഉണ്ടാവില്ല. ദ സ്ക്രാപ്പ് വാല്യൂ ഈസ് വെരി ഗുഡ്. ആൻഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും വുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ്. സ്ലീപ്പേഴ്സ് മെയ്ഡ് ഫ്രം കാസ്റ്റ് അയൺസ് ആർ കോൾഡ് കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ്. അപ്പോൾ കാസ്റ്റ് അയൺ മെയ്ഡ് സ്ലീപ്പേഴ്സിനെയാണ് നമ്മൾ കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് ഉണ്ട്. Types of cast iron sleepers are, first one CI pot sleepers, then CST9 sleepers. ഇതാണ് രണ്ട് തരത്തിലുള്ള കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ലോങ് ലൈഫ് അപ് ടു 50 to 60 ഇയേഴ്സ്. സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 50 to 60 ഇയേഴ്സ് ഒക്കെ എന്തുണ്ടാവും, ലൈഫ് സ്പാൻ ഉണ്ടാവും. ഹൈ സ്ക്രാപ്പ് വാല്യൂ ആസ് ദേ ക്യാൻ ബി റീമോൾഡഡ്. സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സ്ക്രാപ്പ് വാല്യൂ കുറച്ചുകൂടെ കൂടുതലാണ് കാസ്റ്റ് അയൺ. വുഡിന് കുറവാണ്, വുഡിനേക്കാളും സ്റ്റീലിന് കൂടുതലാണ്, സ്റ്റീലിനേക്കാളും കൂടുതലാണ് എന്തിന്, കാസ്റ്റ് അയൺ. അത് റീമോൾഡഡ് സ്റ്റീൽസ് ആയതുകൊണ്ട് സ്ക്രാപ്പ് വാല്യൂ വളരെ കൂടുതലാണ്. ആൻഡ് ദേ ക്യാൻ ബി മാനുഫാക്ചർ ലോക്കലി ആയിട്ട് നമുക്കിത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ദെൻ പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ബിയറിംഗ് ഏരിയ. സഫിഷ്യൻറ്റ് ബിയറിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മച്ച് സ്ട്രോങ്ങർ അറ്റ് ദ റെയിൽ സീറ്റ്. റെയിൽ സീറ്റിലൊക്കെ ഇത് വളരെ സ്ട്രോങ്ങർ ആയിരിക്കും. ഇത് പ്രിവെൻറ്റ് ആൻഡ് ചെക്ക് ദ ക്രീപ്പ് ഓഫ് ദി റെയിൽ. ദേ ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ ദ വേർമിൻസ്. വേർമിൻസ് അറ്റാക്സ് ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല, കാരണം കാസ്റ്റ് അയൺ ആണ്. അതുപോലെ തന്നെ ക്രീപ്പൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ്. Typical arrangements of concrete sleepers with flat bottom rail and pander clips. Note how the sleepers are shaped to provide a degree of natural drainage. ഇത് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ
സ്ലീപ്പർ എന്ന് പറയുന്നത് കറക്റ്റ് റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ല, ഇവിടെ കുറച്ച് ബെൻഡ് പോലെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നാച്ചുറൽ ഡ്രെയിനേജ് പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് കൊടുക്കുന്നത്. ഇനി കോൺക്രീറ്റ് സ്ലീപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഡ്യൂറബിൾ വിത്ത് ലൈഫ് റേഞ്ച് ഫ്രം 40 to 50 ഇയേഴ്സ്. ഡ്യൂറബിൾ ആണ്, അതുപോലെ തന്നെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 40 to 50 ഇയേഴ്സ് ആണ്. കാസ്റ്റ് അയണിനെക്കാളും കുറവാണ്. കാസ്റ്റ് അയൺ ആകുമ്പോൾ 50 to 60 ഇയേഴ്സ് ഉണ്ട്. They can be produced on large quantities locally by installing a plant. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ ലോക്കലി നമുക്ക് വലിയ ക്വാണ്ടിറ്റീസിൽ ഒരുപാട് നമ്പേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹെവിയർ ദാൻ all other type of sleepers, giving better lateral stability to the track. മറ്റ് സ്ലീപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ ഹെവിയർ ആണ്, അതുപോലെ തന്നെ ബെറ്റർ ലാറ്ററൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ദ സ്യൂട്ടബിൾ ഫോർ യൂസ് ഇൻ ട്രാക്സ്, സർക്യൂട്ട്സ്, ലൈൻസ്. ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ സർക്യൂട്ടഡ് ആയിട്ടുള്ള ട്രാക്സിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. എഫിഷ്യൻറ്റ് ഇൻ കൺട്രോളിങ് ക്രീപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താണ്, എഫിഷ്യൻ്റ് ആണ്. They are not attacked by the corrosion. They are not attacked by corrosion. Corrosion affect ചെയ്യുന്നില്ല. Free from attacks of vermins and decay. Verminsum decay ഒന്നും ഇവിടെ vermins attacks അതുപോലെ decaying ഒന്നും സംഭവിക്കില്ല, കാരണം കോൺക്രീറ്റ് ആണ്. And it can be suitable for all other type of soil. എല്ലാ ടൈപ്സ് സോയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മോസ്റ്റ്ലി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽഡഡ് ട്രാക്സിലാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ബക്ലിംഗ് ഒക്കെ എഫക്റ്റീവ്ലി ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ ബട്ട് പ്രൂവ്സ് ടു ബി എക്കണോമിക്കൽ ഇൻ ലോങ് റൺ. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, പക്ഷേ ഇത് ഒരുപാട് കാലം നമുക്കിത് എന്ത് പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ ആണ്. ആൻഡ് എഫക്റ്റീവ്ലി ആൻഡ് സ്ട്രോങ്ലി ഹോൾഡ് ദ ട്രാക്ക് ടു ഗേജ്. ട്രാക്കിനെ ഗേജിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻഫ്ലേമബിൾ ആൻഡ് ഫയർ റെസിസ്റ്റൻറ്റ്. ഇൻഫ്ലേമബിൾ ആണ്, അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻറ്റും ആണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിഫിക്കൽട്ട് ടു ബി ഹാൻഡിൽ. ഹെവി ഇൻ വെയിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് ടു ബി മാനുഫാക്ചർഡ് ഇൻ ഡിഫറെൻറ്റ് സൈസസ്, ദസ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ക്രോസിംഗ്. ഡിഫറെൻറ്റ് സൈസസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വരില്ല, ബ്രിഡ്ജസിലും ക്രോസിങ്ങിനും ഒന്നും അങ്ങനെ എഫക്റ്റീവ്ലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്യാൻ ബി ഡാമേജ് ഈസിലി ബൈ ലോഡിങ് ആൻഡ് അൺലോഡിങ്. അൺലോഡിങ് ആൻഡ് ലോഡിങ്ങിൻ്റെ സമയത്ത് ഈസിലി ഇത് എന്ത് പറ്റും, ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അനദർ ടൈപ്പ് ഓഫ് സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണ്. പ്രീസ്ട്രെസ്ഡ് ആകുമ്പോൾ മാക്സിമം ടെൻഷൻ ക്യാരി ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, പക്ഷേ കോൺക്രീറ്റിൻ്റെ സെയിം ആണ് വരിക, കാരണം മെറ്റീരിയൽ കോൺക്രീറ്റ് തന്നെയാണ്. അതായത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്യും, മാക്സിമം പ്രീസ്ട്രെസ്ഡ് ചെയ്യുന്നത്, കംപ്രഷൻ ചെയ്യും. പ്രൊഡക്ഷൻ്റെ സമയത്ത് തന്നെ മാക്സിമം കംപ്രസ്ഡ് ചെയ്താണ് ഇത് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബല്ലാസ്റ്റും അതിൻ്റെ ടൈപ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം.